ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മത്തായി സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണികൾ കണ്ടുകൊണ്ടു നിന്ന് അവൻ്റെ അടുക്കൽ വന്ന് അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന്, അത് എപ്പോൾ സംഭവിക്കുമെന്ന് നിൻ്റെ വരവിനും ലോക അവസാനത്തിനും അടയാളമെന്തെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ വരവ് സമീപിച്ചായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തിൻ്റെ അനേക സംഭവങ്ങൾ, അനേക വിഷയങ്ങളെ നമ്മൾ വിളിച്ചറിയിക്കുന്നത്, അത് അറിയിക്കുന്നത് കർത്താവിൻ്റെ വരവ് വളരെ സമീപത്തായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നതാണോ? കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണോ? നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടുള്ള ശക്തികൾ മാറട്ടെ, പാതാള ഗോപുരങ്ങൾ തകരട്ടെ, അർബൽ ഹൗന്തം ധീനം ശൗരമം യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. മത്തായി സുവിശേഷം 24-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്ന് അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന്, അത് എപ്പോൾ സംഭവിക്കുമെന്ന് നിൻ്റെ വരവും ലോക അവസാനത്തിൻ്റെ അടയാളമെന്തെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും, പലരും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടതിന് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതികൾ ജാതിയോടും രാജ്യം രാജ്യങ്ങളോടും എതിർക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.